അങ്ങേയറ്റം സങ്കടമുണ്ടാക്കുന്ന ഒരു വാർത്തയിലേക്കാണ്. ദുബായ് ഷാർജയിൽ മലയാളി യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കൊല്ലം ചവറ തെക്കുംഭാഗം സ്വദേശി അതുല്യ സതീഷിനെയാണ് ഷാർജ റോഡിലെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവ് സതീഷ് അതുല്യെ നിരന്തരം മർദ്ദിച്ചിരുന്നതായി കുടുംബം പരാതി നൽകി. സതീഷ് അതുല്യെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ 24 ലഭിച്ചു. ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക്. വീഡിയോ സതീഷിനെതിരെ ഗാർഹിക പീഡന കേസ് നിലവിലുണ്ടായിരുന്നു. ആവർത്തിക്കില്ലെന്ന് പറഞ്ഞ് മാപ്പെഴുതി കൊടുത്താണ് കേസ് പിൻവലിച്ചത്. അതുല്യെ മുറിയിൽ പൂട്ടിയിടുമായിരുന്നുവെന്നും തേവലക്കര പഞ്ചായത്ത് അംഗം ബിന്ദുമോൾ പറഞ്ഞു. ആ പ്രതികരണത്തിൽ വിവാഹം കഴിഞ്ഞ 4 വർഷം ഇങ്ങനെ ഗാർഹിക പീഡനം സതീഷിൽ നിന്ന് സ്ഥിരമായി ഉണ്ടായിരുന്നു. ഇതിന്റെ പേരില് കോടതിയിൽ ഒരു ഗാർഹിക പീഡന കേസ് നിലവിലുണ്ടായിരുന്നു. പിന്നീട് ഇരു കൂട്ടരുടെയും വക്കീൽ ഇടപെട്ട് അതൊരു സമവായത്തിലെത്തിച്ച് ഇനി ഇത് ആവർത്തിക്കില്ല എന്ന രീതിയിൽ മാപ്പ് എഴുതി കൊടുത്ത് വിളിച്ചുകൊണ്ട് പോയതാണ് പിന്നീട് ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയത്. ഈ സതീഷ് ജോലിക്ക് പോകുന്ന സമയത്ത് അതിന്റെ മുറിയിൽ പൂട്ടിയിട്ടിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. സതീഷ് തിരിച്ചു വരുമ്പോഴാണ് പിന്നെ ഈ റൂം തുറന്ന് അകത്ത് കയറുന്നത്. അരുൺ രാജു കൊല്ലത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നു. അരുൺ, ഈ ഒരു 1-2 ആഴ്ചയാകുന്നുള്ളൂ വിഭജികയുടെ മരണം. അതിലെ ദുരൂഹത ഇപ്പോഴും തീർന്നിട്ടില്ല. ഇതിനിടെ ഇപ്പോൾ ഇതാ അങ്ങേയറ്റം സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്ത വരുന്നു. ഷാർജയിൽ മറ്റൊരു മലയാളി യുവതി സമാനമായി തന്നെ ഭർത്തൃപീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്തു എന്ന് നമുക്ക് നിലവിൽ സംശയിക്കാം. മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. ദുരൂഹതകളേറെയുണ്ട്. കുടുംബം പറയുന്നതനുസരിച്ചാണെങ്കിൽ സമഗ്രമായ അന്വേഷണം വേണം. നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം എന്താണ്? ഈ പറയുന്ന അതുല്യ ക്രൂരമായ ഭർത്തൃപീഡനത്തിന് ഇരയായി എന്ന് പറയുന്ന ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വരുന്നു. നമുക്ക് നാട്ടിൽ നിന്ന് ബന്ധുക്കളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് അരുൺ രാജ്? സുഹൈൽ, അതുല്യയുടെ ബന്ധുക്കളിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ചാണെങ്കിൽ ഈ സമാനതകളില്ലാത്ത ഭർത്തൃപീഡനമാണ് അതുല്യ നേരിട്ടുകൊണ്ടിരുന്നത്. കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി അതിന്റെ തോത് വർദ്ധിച്ചു വന്നിരുന്നു. 24 മണിക്കൂറും തന്നെ വീട്ടിലെ മുറിയിൽ പൂട്ടിയിടുന്ന അവസ്ഥയിലാണ് സതീഷ് ശങ്കർ പെരുമാറിക്കൊണ്ടിരുന്നത് എന്ന് അതുല്യ തന്നെ ബന്ധുക്കളോട് പറയുന്ന സ്ഥിതി തന്നെയുണ്ട്. മകളെ ഓർത്ത് താൻ ജീവിക്കുകയാണ് എന്നുള്ളതായിരുന്നു അതുല്യ ബന്ധുക്കളോടക്കം വ്യക്തമാക്കിയത്. ഈ സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ലായിരുന്നു. ഇതിനിടയിലാണ് അതുല്യക്ക് ഇന്ന് ഒരു ജോലി തരപ്പെടുത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് പക്ഷേ ജോലിക്ക് പോകുന്നതിനോടും സതീഷ് ശങ്കറിന് വലിയ താല്പര്യം ഇല്ലായിരുന്നു എന്നുള്ളതാണ്. ഒരു സൈക്കോയെ പോലെ സതീഷ് ശങ്കർ പെരുമാറി എന്ന് അതുല്യ ബന്ധുക്കളോട് തന്നെ പലകുറി പറയുകയും ചെയ്തു. പക്ഷേ അതുല്യക്ക് നാട്ടിലേക്ക് മടങ്ങി വരാൻ ചില തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അതുല്യ അവിടെ പിടിച്ചു നിൽക്കുന്നു. മകൾക്ക് വേണ്ടി താൻ ഇവിടെ പിടിച്ചു നിൽക്കുകയാണ്. ഒരു ബന്ധമൊഴിഞ്ഞ് പോകാൻ തനിക്ക് തയ്യാറല്ല എന്നതായിരുന്നു അതുല്യ ബന്ധുക്കളോട് പറഞ്ഞിരുന്നത്. പക്ഷേ ഇത്ര പെട്ടെന്ന് അതുല്യയുടെ ആത്മഹത്യയുടെ വിവരം ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം എന്തായിരുന്നു എന്ന് ബന്ധുക്കൾക്ക് പോലും അറിയില്ല. ബന്ധുക്കളെല്ലാം അതിന്റെ ഞെട്ടിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. കാരണം മരിക്കില്ല, താൻ മകളെ ഓർത്ത് മരിക്കില്ല എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുന്ന അതുല്യ തന്നെ പെട്ടെന്ന് മരിച്ച സാഹചര്യം എങ്ങനെ വന്നു എന്നുള്ളതാണ് പ്രധാനമായും അവർ ആലോചിക്കുന്നത്. ഈ സംഭവത്തിൽ എന്തായാലും വലിയ പരാതി അതുല്യയുടെ മാതാപിതാക്കൾക്ക് അതുപോലെ തന്നെ അതുല്യയുടെ കുടുംബത്തിനുണ്ട്. ഭർത്തൃപീഡനം വളരെ തോതിൽ അനുഭവിച്ചിരുന്നു. സതീഷ് ശങ്കറുമായി പലകുറി ഇതുമായി ബന്ധപ്പെട്ട ആശയവിനിമയം നടത്തി. ഒടുവിൽ ചില കോംപ്രമൈസുകളുടെ അടിസ്ഥാനത്തിൽ അതുല്യയെ സതീഷ് ശങ്കറിനൊപ്പം മടക്കി വിടുകയായിരുന്നു എന്നുള്ളതാണ് മാതാപിതാക്കൾ പറയുന്നത്. ഒടുവിൽ അതുല്യയുടെ ജീവൻ എടുക്കുന്ന അവസ്ഥയിലേക്കടക്കം കാര്യങ്ങൾ എത്തിയതും ഈ ഭർത്തൃപീഡനം തന്നെയാണ് എന്നാണ് അതുല്യയുടെ മാതാപിതാക്കൾ വ്യക്തമാക്കുന്നത്. അരുൺ, ശരീരത്തിലാകെ മർദ്ദനമേറ്റ പാടുകളാണ്. ഈ പറഞ്ഞതുപോലെയാണെങ്കിൽ ഇന്നോ ഇന്നലെയോ അല്ല സതീഷ് ഈ അതിക്രമം തുടങ്ങിയിട്ട് മർദ്ദനം തുടങ്ങിയിട്ട് ഈ മർദ്ദിക്കുന്നതിനിടെ ആക്രോശിക്കുന്ന ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. നേരത്തെ തന്നെ ഇത്തരത്തിൽ പീഡനം നേരിടുന്നു, ഗാർഹിക പീഡനം നേരിടുന്നുവെന്നും ഭർത്താവ് മർദ്ദിക്കുന്നുവെന്നും ഒക്കെ പരാതി ഉയർത്തിയതാണ്. അപ്പോൾ ഒരു അനുനയവുമായി ഇവർ മുന്നോട്ട് പോയതാണ്. ഇപ്പോൾ ഒടുക്കം ഇങ്ങനെ ഒരു ദാരുണ സംഭവത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതെന്ന് നമുക്ക് അനുമാനിക്കാം. ഇപ്പോഴും ഇതൊരു ആത്മഹത്യയാണെന്ന് കുടുംബം വിശ്വസിക്കുന്നില്ല. മരണത്തിൽ ഒരുപാട് ദുരൂഹതകൾ അവർ ഉയർത്തുന്നുണ്ട്. കാരണം ഈ പറഞ്ഞതുപോലെ മകളെ ഓർത്ത് താൻ ജീവിതം അവസാനിപ്പിക്കുന്നില്ല എന്ന് പലപ്പോഴും വീട്ടുകാരോടും സുഹൃത്തുക്കളോടും അതുല്യ പറഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഏറ്റവും ഒടുക്കം ഈ അതുല്യ നാട്ടിലെത്തിയത് എപ്പോഴാണെന്ന് അരുൺ രാജ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ ഇന്നീ ദിനം, പ്രത്യേകിച്ച് ജോലിക്ക് പോകേണ്ട ദിനമാണ്, പിറന്നാൾ ദിനമാണെന്ന പഞ്ചായത്ത് അംഗം പറഞ്ഞത് കേട്ടു. അപ്പോൾ ഇന്നീ ദിനത്തിലും മാരകമായ ക്രൂരമായ രീതിയിൽ ഈ പറഞ്ഞതുപോലെ അതുല്യക്ക് മർദ്ദനമേറ്റു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിയമ നടപടികൾ എങ്ങനെയാണ്? അവിടെയുള്ള ഷാർജ പോലീസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ലഭ്യമാണോ? അവരുടെ ഒരു അസംഷനും നിഗമനങ്ങളും നമുക്ക് ഈ ഘട്ടത്തിൽ ലഭ്യമായിട്ടുണ്ടോ?
അതുല്യയുടെ സഹോദരി ഇപ്പോൾ നിലവിൽ ഷാർജയിൽ തന്നെയാണ് ഉള്ളത്. ഇവർ താമസിക്കുന്ന ഫ്ളാറ്റിനടുത്ത് തന്നെയാണ്. അവർ ഇതുമായി ബന്ധപ്പെട്ട അവരുടെ സംശയങ്ങൾ, ചില ആശങ്കകൾ ഈ ദൃശ്യങ്ങളടക്കം ഷാർജ പോലീസിന് കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് നാട്ടിലുള്ള ബന്ധുക്കളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഈ ബന്ധുക്കൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ അതുല്യയുമായുള്ള വിവാഹം കഴിഞ്ഞതിന് പിന്നാലെ സതീഷ് ശങ്കർ ചില പ്രശ്നങ്ങൾ കാട്ടി തുടങ്ങി. ഒടുവിലാണ് ഇത് കോംപ്രമൈസിന്റെ ഭാഗത്ത് അടക്കം എത്തിയത്. ഒടുവിൽ കഴിഞ്ഞ 1.5 വർഷം മുമ്പാണ് അതുല്യയുമായി ഈ സതീഷ് ശങ്കർ ഷാർജയിലേക്ക് പോകുന്നത്. ഈ ഷാർജയിലേക്ക് പോകുന്ന ഘട്ടത്തിലെല്ലാം തന്നെ വലിയ സ്നേഹമാണ് അതുല്യയോടെ കാട്ടിയത്. പക്ഷേ അവിടെ എത്തിയ സതീഷ് ശങ്കറിന്റെ സ്വഭാവം അപ്പാടെ മാറുകയായിരുന്നു. തുടർന്ന് ഇടയ്ക്കെല്ലാം ഈ വലിയ തോതിലുള്ള മർദ്ദനം തനിക്ക് നേരെ ഉണ്ട്, വലിയ ഭർത്തൃപീഡനമാണ് തനിക്ക് നേരെ താൻ അനുഭവിക്കുന്നത് എന്ന് അതുല്യ തന്നെ ബന്ധുക്കളോടും അതുപോലെ തന്നെ ബന്ധുവായ സുഹൃത്തിനോടും അടക്കം ഈ കാര്യങ്ങൾ പങ്കുവച്ചു. 2 മാസം മുമ്പാണ് അതുല്യയും ഭർത്താവും അതുല്യ നാട്ടിൽ വന്നത്. തുടർന്ന് അതുല്യ തിരിച്ചു പോകുന്ന ഘട്ടത്തിൽ, തിരിച്ചു പോയ ശേഷം അയച്ച വാട്സപ്പ് ചാറ്റുകളാണ്, വാട്സപ്പിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഈ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിക്കുന്നത്. ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം രക്തം കല്ലിച്ച് കിടക്കുന്നത്, രക്തം കട്ട പിടിച്ച് ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ കിടക്കുന്നതായി കാണാം. അത് താനേറ്റ ക്രൂരമർദ്ദനമാണ്, ഈ ഭർത്താവിന്റെ കയ്യിൽ നിന്ന് തനിക്കേറ്റ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങളാണ് ഇതെന്നായിരുന്നു അതുല്യ എന്ന് തന്നെ പറഞ്ഞത്. പക്ഷേ ഈ ജീവിതം മടുത്തു, പക്ഷേ മകൾക്ക് വേണ്ടി താൻ ജീവിക്കും എന്ന് കൂട്ടുകാരികളോട് പലകുറി പറഞ്ഞു. ഈ ഭർത്താവ് ജോലിക്ക് പോകുമ്പോൾ വീടിനുള്ളിൽ പൂട്ടിയിട്ട്, മുറിക്കുള്ളിൽ പൂട്ടിയിട്ട ശേഷമാണ് പോകുന്നത്. ആ സ്ഥിതിയിലൊക്കെ താൻ വലിയ വേദന അനുഭവിക്കുന്നു, മാനസികമായി തനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട്, ഭർത്താവ് ഒരു സൈക്കോയെ പോലെ പെരുമാറുന്നു എന്നതടക്കം ഈ അതുല്യ ഈ കൂട്ടുകാരികളോടക്കം പറയുന്നുണ്ടായിരുന്നു. അപ്പോഴെല്ലാം അവർ തിരിച്ചയക്കുന്ന മെസ്സേജുകൾ, ആ വാട്സപ്പ് ചാറ്റുകൾ ചിലത് കൂടി നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ആ വാട്സപ്പ് ചാറ്റുകളിലെല്ലാം തന്നെ അതുല്യയുടെ കൂട്ടുകാരികൾ ഈ ബന്ധം നീ ഉപേക്ഷിച്ച് മടങ്ങി വരൂ എന്ന് പറയുമ്പോൾ മകളെ ഓർത്ത് എനിക്കിവിടെ പിടിച്ചു നിൽക്കണം എന്ന മറുപടിയായിരുന്നു നൽകിയത്. പക്ഷേ ജീവിതം താൻ മടുത്തു എന്ന പരിഭവവും ആ വേദനയും അതുല്യ പങ്കുവെക്കുന്നുണ്ട്. പക്ഷേ ഈ അവസാന മണിക്കൂറുകളിൽ അതുല്യക്ക് എന്താണ് സംഭവിച്ചത്? അതുല്യ ഒരു ആത്മഹത്യയാണ് ചെയ്തതെങ്കിൽ അതിലേക്ക് നയിച്ച മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ, അതോ അതിനപ്പുറം ഈ ബന്ധുക്കൾ സംശയിക്കുന്നത് പോലെ അതൊരു കൊലപാതകമാണോ? ഈ കാര്യങ്ങളിലാണ് ഇനി വ്യക്തത വരുത്തേണ്ടത്. ഷാർജ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടരുകയാണ്. ഫോറൻസിക് പരിശോധനയും അതുമായി ബന്ധപ്പെട്ട നടപടികളും പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കയ്യിൽ ലഭിച്ച ശേഷം മാത്രമേ ഈ അന്വേഷണത്തിൽ ഫൈൻഡിങ്സിലേക്ക് എത്തുമ്പോൾ മാത്രമേ മൃതദേഹമടക്കമുള്ള കാര്യങ്ങൾ വിട്ടു നൽകാൻ സാധ്യതയുള്ളൂ എന്ന് മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും ഇതിനുള്ള വേണ്ട നടപടികൾ ഇപ്പോൾ ബന്ധുക്കൾ ഷാർജയിലെ മലയാളി അസോസിയേഷനുമായി ബന്ധപ്പെട്ട് ഇത് നടത്തുകയും ചെയ്യുന്നുണ്ട്. അതുല്യയുടെ സഹോദരി അവിടെ ഉള്ളതിനാൽ ഈ കാര്യങ്ങൾ വേഗത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അതുല്യ അനുഭവിച്ച യാതനകൾ സുഹൃത്തിനോട് തുറന്നു പറയുന്ന വാട്സാപ്പ് സന്ദേശങ്ങളാണ് പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത്. അതിലൊക്കെ ദേഹത്ത് അങ്ങേറ്റ ക്രൂരമായ രീതിയിൽ തന്നെ മുറിവേറ്റ പാടുകളുണ്ട്. ആ വീട്ടിൽ അവർക്ക് അവളുടെ പരിഭവം, അവരുടെ വേദനകൾ തുറന്നു പറയാൻ ആരും ഉണ്ടായിരുന്നില്ല. ഈ പറഞ്ഞ സതീഷും അതുല്യയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവളുടെ വേദനകളൊന്നും ഉറക്കെ പറയാൻ പോലും ആരുമില്ലാതെ വിങ്ങലുകൾ ഉള്ളിൽ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു പാവമായിരുന്നു അതുല്യ എന്ന ആ പാവം സ്ത്രീ. എന്തായാലും എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി അറിയേണ്ടിയിരിക്കുന്നു. ആത്മഹത്യയാണെന്നൊരു അനുമാനമുണ്ടെങ്കിലും ഉറപ്പിക്കാറായിട്ടില്ല. ദുരൂഹതകൾ ഇപ്പോഴും ബാക്കിയാണ്. കാരണം മകളെ ഓർത്ത് താനെല്ലാം സഹിക്കുന്നു എന്ന് പറഞ്ഞ അതുല്യ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആത്മഹത്യ ചെയ്യുമെന്ന് കുടുംബം കരുതുന്നില്ല. അത്രത്തോളം അങ്ങനെ ഒരു ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്തെന്നടക്കം കുടുംബത്തിന് അറിയേണ്ടതുണ്ട്. എന്തായാലും അതിക്രൂരമായി മർദ്ദിച്ചതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ദൃശ്യങ്ങൾ കാണുന്ന പോലെ ആക്രോശിച്ചുകൊണ്ട് ഒരുതരം സൈക്കോയെ പോലെ ആ സതീഷ് പെരുമാറുന്നത് നമ്മൾ കാണുന്നു. 12 വർഷം മുമ്പാണ് ഇവരും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞത്. 12 വർഷത്തെ ദാമ്പത്യമാണ്. ഒരു മകളുണ്ട്. ആ മകളെ ഇവിടെ നാട്ടിൽ നിർത്തിയാണ് ഇരുവരും ഷാർജയിൽ താമസിച്ചു പോന്നിരുന്നത്. ഈ ദിവസമാണ് അതുല്യ ജോലിയിൽ പ്രവേശിക്കേണ്ടിയിരുന്നത്. അതുല്യയുടെ പിറന്നാൾ ദിനമാണ്. ഇത്തരത്തിൽ പിറന്നാൾ ദിനത്തിലാണ് അതുല്യ ആത്മഹത്യ അല്ലെങ്കിൽ അതുല്യ മരിച്ചതിൽ കണ്ടെത്തിയിരിക്കുന്നത്. ആത്മഹത്യ എന്ന് സ്ഥിരീകരിക്കാറായിട്ടില്ല.